ഹലോ ഗൈസ്, റൗണ്ട് ഗെയിമിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് 6v6 ആണ്. ഞാൻ BR കളിക്കാനാണ് ഇരുന്നത്. 6v6 കളിക്കാന്ന് വെച്ച് നമ്മളിവിടെ 1v2 കളിച്ച് ചേട്ടൻ വിളിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചങ്ങ് അക്സെപ്റ്റ് ചെയ്യാമെന്ന് വെച്ച് അക്സെപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗൈസ് 6v6. അപ്പോൾ നമ്മുടെ കൂടെ അപ്പുറത്ത് നല്ല പ്ലേയേഴ്സും ഉണ്ട്, നമ്മുടെ കൂടെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഇടയ്ക്ക് വെച്ച് എൻ്റെ നെറ്റ് ഒന്നും ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇരുന്നാണ്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ 6v6 ആണ് മാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് നല്ല ലാഗുണ്ട്, പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കും. ഒരു 2 കില്ലെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരെണ്ണം അവിടെ നിപ്പിന്ന് ഞാൻ ഒരു റൂഫിൽ ഒരെണ്ണനുണ്ട്. ഞാൻ ഒരു ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ 1 ടാപ്പ് അടിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഗ്ലൂ ആളൊക്കെ ഇട്ട് അവനെ ഫിനിഷ് ചെയ്തപ്പോൾ ഗൈസ് ആ അണ്ണനെ ഫിനിഷ് ചെയ്തപ്പോൾ നമ്മളെ റൂഫിൽ നിന്ന് അടിച്ച് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി എടുക്കാമെന്ന് വെച്ച്. ഇനി ആരും നമ്മൾ റിവൈവ് ചെയ്യത്തില്ല. ഞാൻ റിവൈവ് ചെയ്യുമെന്ന് ചോദിച്ചു, പക്ഷേ ഇനി വേണ്ട, ചേട്ടന്മാർ റിവൈവ് ചെയ്തില്ല. കുഴപ്പമില്ല, ചേട്ടന്മാർ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൈക്കൊക്കെ ഓണാക്കി ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു, പക്ഷേ കുഴപ്പമില്ല, എന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് അപ്പുറത്തെ ടീമിൽ 2 പേരേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ ടീമിൽ എൻ്റെ അനിയനുണ്ട് ഗൈസ്. ഏറ്റവും അവസാനം അവൻ ആദ്യമേ പോയി ചത്തിട്ടുണ്ട്, 0 കില്ല്. നമ്മൾ 1 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. വന്നപ്പോൾ തന്നെ 1 കില്ല് എടുത്തു. പിന്നെ നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ട് 3 പേര് അലൈവ് ഉണ്ടായിരുന്നു അപ്പുറത്തെ ടീമിൽ. ഒരുത്തൻ നമ്മൾ ടീംമേറ്റ് കൊന്നു. പിന്നെ നോക്കുവാണെങ്കിൽ റൂഫിൻ്റെ മണ്ടേ ഒരുത്തൻ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ആദ്യമായിട്ടാണ് 6v6 കളിക്കുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡെവിൽ എന്ന് പറയുന്ന ഒരു അണ്ണനാണെങ്കിൽ മ്യൂമ്പി ഒക്കെ വെച്ച് ഹെഡൊക്കെ അടിക്കുന്നുണ്ട്. അണ്ണൻ സെറ്റ് കളിയാണ് ഗൈസ്. അപ്പോൾ അണ്ണൻ്റെ നല്ല ഇമോട്ട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അണ്ണൻ ഇമോട്ടൊക്കെ ഇട്ട് കാണിച്ച് നല്ല അടിപൊളി ഇമോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഇനി ടീമിൽ. ബാക്കി നമ്മുടെ ടീമൊക്കെ സോണിക്കർ നോക്കായി. നമ്മുടെ ടീമുള്ള ഒരാളാണ് അസുരൻ എന്ന് പറയുന്ന ഒരു അണ്ണൻ. പിന്നെ നമുക്ക് ഡെവിൽ എന്ന് പറയുന്ന അണ്ണനുണ്ട്. പിന്നെ നമുക്ക് സൗരവ് എന്ന് പറഞ്ഞ അണ്ണനുണ്ട്. പിന്നെ ഒത്തിരി അണ്ണന്മാരുണ്ട്. അപ്പുറത്തെ ടീമിൽ എൻ്റെ അനിയനും ബാക്കി NST ലൈവും പിന്നെ TLNSTയും TLGTK ലൈവും NST ലൈവും ഉണ്ട്. നമ്മളിവിടെ കഴിഞ്ഞ ഷോർട്സിലൊക്കെ ഇട്ടായിരുന്നു 1 ടാപ്പ് കളിച്ച്. അപ്പോൾ ചെറുക്കച്ച് മൈക്രോഫോൺ ഓഫായി, റെക്കോർഡിങ് ഓഫായി പോയായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓഫായി പോകും ഗൈസ്. എനിക്ക് ഉള്ള ഇപ്പോഴത്തെ പ്രോബ്ലമാണ് ഇടയ്ക്ക് വെച്ച് എൻ്റെ എല്ലാ ഇപ്പോൾ കുറച്ചുണ്ട്. നമ്മൾ ഹീറോയ്ക്ക് ഡയമണ്ട് 5 ഹീറോയ്ക്ക് ഇട്ട് ഇപ്പോൾ തൊട്ടുള്ളതാണ് ഈ പിങ് ഗ്ലിച്ച് അടിക്കുന്നത്. അത് ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ കാരണമൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ട് നമ്മൾ വുഡ് പാക്കറും ഡെസേർട്ടുമാണ് എടുത്തത്. നമ്മൾ ലോഡാകാൻ കുറച്ച് സമയം എടുത്തു, അതുകൊണ്ട് എളുപ്പം അതാണ് എടുത്തത്. പിന്നെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഡെസേർട്ട് വുഡ് പാക്കർ MIT ഗൈസ്. ഡെസേർട്ട് വുഡ് പാക്കർ MIT ഈ കോമ്പാണ് എനിക്ക് ഇഷ്ടം. നോക്കുമ്പോൾ ഗൈസ് ഒരെണ്ണം അവിടെ നിൽക്കുന്നു. ഞാനാണെങ്കിൽ കുത്തി പിടിക്കാനൊക്കെ നോക്കി പറ്റിയില്ല. നോക്കുമ്പോൾ ഗൈസ് എൻ്റെ ടീമേറ്റിനെ ഒരാൾ അടിക്കുന്നു. അപ്പം ഞാൻ ആ അണ്ണനെ തീർക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ ഗൈസ് തീർക്കുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അണ്ണ എന്നെ അടിക്കുമോ അതോ ഞാൻ അണ്ണനെ അടിക്കുമോ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലിച്ചും വന്നു ഗൈസ്, പിങ്ങും വന്ന്. അതുകൊണ്ട് നമുക്ക് അധികമൊന്നും അങ്ങനെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഗ്ലിച്ച് പിങ്ങ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ ഗ്ലൂ ആളൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തിട്ട് കിട്ടുന്ന സമയമൊക്കെ കിട്ടുന്ന സമയമൊക്കെ അടിക്കാൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എനിമിയൊക്കെ ഒത്തിരി അണ്ണന്മാരൊക്കെ വരി പോലെ നിൽപ്പുണ്ട്. ഞാൻ ഓപ്പൺ ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മൾ ബ്ലൂ ഇട്ട് മാത്രം കളിച്ച് എങ്ങനെയെങ്കിലും നന്നായിട്ട് പിടിച്ചിരിക്കണം. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ടീമിൽ നിന്ന് 3 ഏട്ടന്മാരെ അലയുള്ളൂ. ബാക്കി 3 ഏട്ടന്മാരൊക്കെ നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ചില ചേട്ടന്മാരൊക്കെ എന്നെ പുറകെ നിന്നൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അണ്ണനെ അടിക്കാൻ ഞാൻ നോക്കി, വുഡ് പാക്കറും ഡെസേർട്ടും മാറ്റിയിട്ട് അടിക്കാൻ നോക്കി, പക്ഷേ ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ബ്ലൂ ആളൊക്കെ ഇട്ട് പെതുക്കെ കളിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് 2 പേരേ ഉള്ളൂ. അവരുടെ ടീമിൽ 3 പേരെങ്ങാണ്ടുണ്ട്. ഞാൻ ബ്ലൂ ആളൊക്കെ ഇട്ട് ഗൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ടീമിൽ 2 പേരേ ഉള്ളൂ, അവരുടെ ടീമിൽ 3 പേരുണ്ട്. ഇപ്പോൾ കറക്റ്റായി, ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ബാക്കിയുള്ളവരെല്ലാവരും ചത്ത്. എൻ്റെ അണ്ണന്മാരൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, നീ നന്നായിട്ട് കളിച്ച് കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി എടുക്കാമെന്ന് പറഞ്ഞു. അതൊരു സപ്പോർട്ടല്ലേ ഗൈസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ട് അടിക്കാൻ വേണ്ടിയൊക്കെ പോയി. പക്ഷേ
കിട്ടിയില്ല ഗൈസ്. ഞാൻ പിന്നെ MIT ഒക്കെ വെച്ച് അടിക്കാൻ നോക്കി, പക്ഷെ അവരെ UMP വെച്ച് അവർ ആ ചേട്ടന്മാരൊക്കെ നല്ല അടി അടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയനൊക്കെ നോക്കായി, രണ്ടുപേരെ ഉള്ളായിരുന്നു ഗൈസ്, പക്ഷേ രണ്ടുപേരും എനിക്ക് അടിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, രണ്ടുപേരെ ഉള്ളായിരുന്നു. അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഗിൽഡിലെ ടീം ലീഡറാണ്. പിന്നെ നമ്മുടെ ഞാൻ ഗിൽഡൊന്ന് മാറി. എൻ്റെ ഗിൽഡിൽ ഇപ്പം ഞാൻ ഹെഡായിട്ട് ഇന്ന് കളിക്കുവാണെങ്കിൽ, ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് ഇപ്പം ഞാൻ കളിക്കുവാണെങ്കിൽ എനിക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് പിന്നെ ഒരിക്കലും സാറ്റർഡേ സൺഡേ മാത്രം കളിച്ചിട്ട് എനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഗിൽഡ് മാക്സ്. കണ്ട വയസ്സ് നല്ല ഇമോട്ടൊക്കെ ഉണ്ട് ഈ അണ്ണന്മാരുടെ. ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പുതിയ ഞാൻ എൻ്റെ ഗിൽഡിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് ഡെയിലി കളിക്കാൻ പറ്റത്തില്ല, ഗിൽഡ് ലെവലും കൂടത്തില്ല, എപ്പോൾ ആണെങ്കിലും കുറയുകയും ചെയ്യും. സ്കൂൾ തുറന്നാൽ പിന്നെ ഗിൽഡ് ലെവൽ കൂട്ടാൻ നല്ല പാടുമാണ്. അതിന് പകരം ഈ അണ്ണൻ്റെ ഗിൽഡിലൊക്കെ കയറിയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഗിൽഡ് ലെവൽ കൂട്ടിയൊക്കെ കൊടുത്ത് നമുക്ക് ലെവൽ 6 ഒക്കെ ആക്കി കളിച്ചിട്ട് ഞാൻ എൻ്റെ സ്കൂളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ഗിൽഡൊക്കെ തുടങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഡെയിലി കളിക്കാമല്ലോ. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഞാനാണെങ്കിൽ അടിക്കാൻ പോയതാണ്, പക്ഷെ എന്നെ പുറകെ നിന്ന് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് മറ്റേ അണ്ണൻ്റെ കളി നോക്കാം. ഈ ഡെവിലണ്ണനാണ് കട്ട സപ്പോർട്ടാണ് ഗൈസ്. ഡെവിലണ്ണൻ ഈ അണ്ണൻ നല്ല സപ്പോർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും 6 കില്ല്, ഒരു 2 കില്ലെങ്കിലും എടുക്കാൻ പറ്റിയത്, അല്ല 1 കില്ലെങ്കിലും എടുക്കാൻ പറ്റിയത്. ആദ്യമൊന്നും ഒരു മൈക്ക് ഓണാക്കില്ല ഗൈസ്. പിന്നെ ഞാൻ സംസാരിച്ച് അങ്ങ് മൈക്ക് ഓണാക്കി. ഞാൻ പിന്നെ ആരെയായാലും സംസാരിച്ച് മൈക്ക് ഓണാക്കുന്ന ഒരു ടൈപ്പാണ് ഗൈസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അപ്പുറത്തെ ടീമിൽ 2 പേരുണ്ട്, നമ്മുടെ ടീമിൽ 2 പേരുണ്ട്. നോക്കുമ്പോൾ ഗൈസ് ഒരു സെറ്റ് വണ്ടാ പിടിച്ചു. മറ്റേ നമ്മുടെ ഈ MR കിസുവോ അങ്ങനെ പറയുന്ന പേര് പറയാൻ പറ്റുന്നില്ല, ഏതോ ഒരു പേര്. അപ്പോൾ നല്ല സെറ്റ് ഒരു വണ്ടപ്പൊക്കെ അടിച്ചു ഗൈസ്. ഞാനില്ല, ഡെവിലണ്ണൻ UMP വെച്ച് കുത്തി പിടിച്ചില്ല, ഒരു ഹെഡൊക്കെ കൊടുത്ത് നോക്കാക്കി നമ്മുടെ 2 റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊരു ഭയങ്കര ലോങ് വീഡിയോ ആണ്. 8 കളി അങ്ങാണ്ടുണ്ട്. എത്ര കളി നമ്മൾ എന്തായാലും മാക്സിമം ജയിക്കാൻ ശ്രമിക്കും. ഒത്തിരിയും കളി ഉണ്ടായതുകൊണ്ട് നല്ല ലോങ് വീഡിയോ ആയി. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല, ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന്. അതുകൊണ്ട് നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ഡെവിലണ്ണ ഇമോട്ടൊക്കെ ഇട്ട് മാസ് കാണിക്കുകയാണ്. ഇമോട്ടൊക്കെ ഇട്ട് മാസ് കാണിക്കുകയാണ്. 2 പേരും ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. നമ്മളൊരു ഇമോട്ടൊക്കെ ഇട്ട് ഗൈസ്, പക്ഷേ നമ്മുടെ കൈ ഇരിക്കുന്ന ഇമോട്ടൊക്കെ അങ്ങ് ഇട്ടു. പിന്നെ എല്ലാവരും പോയപ്പോൾ ഞാനൊരു ഇമോട്ട് ഇട്ടിട്ട് കളിക്കാൻ പോയി. അതായത് ഈ കളി എനിക്കൊരു 2 കില്ലെങ്കിലും എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കണം. എനിക്ക് 2 കില്ലെങ്കിലും വേണം, അത്യാവശ്യം നല്ല 6 കില്ലെങ്കിലും എനിക്ക് എടുക്കണമെന്നുണ്ട്. എന്തായാലും ഞാൻ എടുക്കും ഗൈസ്, ഉറപ്പാണ് ഞാൻ എടുക്കും. ഇതിൻ്റെ 6 കിലോ ഞാൻ എടുത്തിരിക്കും, 5-6 കിലോ ഞാൻ എടുത്തിരിക്കും. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഞാനാണെങ്കിൽ ഒന്നും സൈഡ് പിടിച്ചിട്ട് ഒരു ചേട്ടനെ പുറകെ നടിച്ചു. എല്ലാ അണ്ണന്മാരും ചേട്ടന്മാരാണ് ഗൈസ്. ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഏറ്റവും ചെറിയത്. എൻ്റെ അനിയനാണ് ഏറ്റവും ചെറുത്, അല്ലാതെ എല്ലാം ചേട്ടന്മാരാണ്. നോക്കുമ്പോൾ ഗൈസ് ഞാൻ MIT വെച്ച് കുറച്ച് ഡാം കൊടുത്തു. മറ്റേ അണ്ണനാണെങ്കിൽ എനിക്ക് നല്ല ഡാം വന്നു. പിന്നെ ഞാൻ നല്ല ഗ്ലൂകളൊക്കെ ഇട്ട് മെഡടിച്ച്, എൻ്റെ നേരെയായതുകൊണ്ട് ഗ്ലൂകളൊക്കെ ഇട്ട് മെഡടിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് പിന്നെ അടിക്കാൻ പോകുന്നത് വെച്ചു. നോക്കുമ്പോൾ MIT വെച്ച് ഏതോ ആകാശത്തോട്ടൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. നോക്കുമ്പോൾ അണ്ണനാണെങ്കിൽ എൽ ഷേപ്പിൻ്റെ അകത്ത് കയറി ചാടി ഗൈസ്. എൽ ഷേപ്പിൻ്റെ അകത്തൊരു ചാടി എന്നെ അടിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് വന്നായിരുന്നു. അവരുടെ ടീമിൽ 2 പേര് ഒരു ചേട്ടൻ ഫിനിഷുമായി, ഒരാൾ നോക്കുമായി. നോക്കുമ്പോൾ ഗൈസ് ഒരണ്ണനാണെങ്കിൽ എൻ്റെ പുറകെ വന്നായിരുന്നു. എനിക്ക് നല്ല നെറ്റ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല. ഈ 2 കില്ലെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അതങ്ങ് തീർക്കും, അത് കളയും. അതാണ് എൻ്റെ ഏക ഉറപ്പ്. അതാ ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് ഞാൻ കയറിയപ്പോൾ തന്നെ ഒരാളും കൂടെ ഉള്ളായിരുന്നു. അത് ഭാഗ്യം നമ്മുടെ ടീമേറ്റൊക്കെ കളിക്കുന്നതുകൊണ്ട് ഭാഗ്യം. ഞാൻ മറ്റേ ആണെങ്കിലും ഒന്ന് കില്ലടിക്കണമെന്നൊക്കെ വെച്ചിട്ട് കയറി ചെന്ന് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റൊക്കെ ആണെങ്കിൽ അവരെ അടിച്ചങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. തീർത്തില്ല തീർത്തു ഗൈസ്. നമ്മൾ അടിക്കാൻ കയറിയപ്പോൾ തന്നെ തീർത്തു. അപ്പോൾ ഗൈസ് നമ്മൾ 3 റൗണ്ടൊക്കെ ഇട്ട് ഇമോട്ടൊക്കെ ഇട്ട് മാസാണ് ഗൈസ്. നമ്മൾ 6 പേരും അലേവായിരുന്നു, നമ്മുടെ ടീമിൽ 6 പേരും അലേവായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്ക് നല്ല ടീമിനെ കിട്ടുള്ളത്, പക്ഷേ നമുക്ക് നല്ല ടീമിനാണ് ഗൈസ് കിട്ടിയത് ഗൈസ്. ഞാൻ പറയാൻ ഒരു കാര്യം വീണ്ടും എല്ലാ വീഡിയോക്കും ഞാൻ മറന്നു പോകും. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ വരുന്ന വീക്ക്ലി അല്ലെങ്കിൽ
വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വെക്കേഷൻ കഴിയാറായി. അപ്പോൾ എല്ലാവർക്കും വിഷമമാണോ സങ്കടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വിഷമവുമാണ് സങ്കടവും ഉണ്ട് ഗൈസ്. അല്ല സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് മതി. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വിഷമമാണോ സന്തോഷമാണോ വിഷമമാണോ എന്ന്. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ നമ്മുടെ ടീം അപ്പുറത്തെ ചേട്ടന്മാരെയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഒരു ചേട്ടനാണെങ്കിൽ ആണ്ട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ചാടിയൊക്കെ നോക്കിയപ്പോൾ ഗ്ലൂവറിൻ്റെ കവറിലല്ല, ആ ചേട്ടൻ എവിടെ ഓടിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമിൽ ആരോ സ്മോക്ക് ഇടുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ചേട്ടനാണെങ്കിൽ ഇങ്ങോട്ട് വന്നു. ഞാൻ ഡെസേർട്ടൊക്കെ വെച്ച് വൺ ടാപ്പ് അടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഞാൻ വൺ ടാപ്പ് അടിക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ ഗൈസ്. ഇത് ഞാൻ കണ്ടില്ല. ഞാൻ MIT ഒക്കെ വെച്ച് ഡബിൾ ഷോട്ട് ഗൈസ് വിഷയം വൺ ടാപ്പ് അടിച്ചു ഗൈസ്. നമ്മൾ വൺ ടാപ്പ് അടിക്കും, നമ്മൾ അടിച്ചിരിക്കും ഗൈസ്. നമ്മൾ വൺ ടാപ്പ് അടിച്ചു. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഗൈസ് അതെന്ത് വൺ ടാപ്പാ ഗൈസ്? എനിക്ക് ഒരു ഞാൻ പോലും എന്താ ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയത് ഗൈസ്. നമ്മുടെ ടീമേറ്റിനെ എന്തോ ഫിനിഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ അങ്ങ് വൺ ടാപ്പ് അടിച്ച് നമ്മൾ വിഷയമല്ല ഗൈസ് വെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കില്ല് നോക്കണം. നമ്മൾ 3 കില്ല് എടുത്തില്ല ഗൈസ്. നമ്മൾ 3 കില്ല് അങ്ങാണ്ട് എടുത്തു. ഇനി നോക്കുവാണെങ്കിൽ ഗൈസ് നമ്മൾ ആൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പുറത്തെ ടീമിൽ. ഞാൻ വിചാരിച്ച് നമുക്ക് സോണിൻ്റെ അകത്ത് കയറാം, ഈ അണ്ണന്മാരെന്തായാലും കളി എടുത്തോളും, നമുക്ക് സോണിൻ്റെ അകത്ത് കയറി വെറുതെ നമ്മൾ ചാവണ്ടാന്ന് പറഞ്ഞു. പറഞ്ഞെന്നല്ല ഞാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ കയറി നോക്കിയപ്പോൾ ചാടി വന്ന അടി ഞാൻ അടിക്കാൻ പോയതാണ്. പക്ഷേ അണ്ണ എന്നെ അടിച്ച് തൂഫാനാക്കി വിട്ടു. നോക്കോ ഡെവിലണ്ണൻ അടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ റിവൈവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ 3 കില്ലെടുത്ത് മാസ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാവരും നല്ല കില്ലൊക്കെ ഉണ്ട്. പക്ഷേ ഈ അണ്ണന്മാരൊക്കെ കൂടെ നോക്കുമ്പോൾ നമുക്ക് 3 കില്ലൊക്കെ അത്രക്ക് ഭയങ്കര വലുതാണ് ഗൈസ്. എന്തോ 3 കില്ലെടുക്കാൻ പറ്റില്ലോ എന്നുള്ള ഒറ്റ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നോക്കുമ്പോൾ 8-9 കില്ലൊക്കെ നമുക്ക് ഡെവിലണ്ണനൊക്കെ 9 കില്ല്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ 8 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും 3-ാം സ്ഥാനത്ത് കയറണം. 3-ാം സ്ഥാനത്ത് കയറണം. നമ്മുടെ മെയിൻ ടീം 3-ാം സ്ഥാനത്ത് കയറണം. 1-2 നമുക്ക് 1 കില്ല് കയറാൻ പറ്റത്തില്ല. ഡെവിലണ്ണനൊക്കെ വിഷയം കളിയാണ്. അപ്പോൾ ഗൈസ് ഞാനായിരുന്നു MVP. നമുക്ക് ഡെവിലണ്ണൻ്റെ കൂടെ വെച്ചങ്ങ് പിടിക്കാം ഗൈസ്. നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റിനെ ഒരുത്തൻ അടിച്ചു. നമ്മുടെ ഡെവിലണ്ണൻ അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് വിഷയം ബായ് സാബ് വിഷയം വണ്ടാപ്പ് കയറി വന്നേ ഉള്ളൂ. ഞാൻ വൺ ടാപ്പ് അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അണ്ണനെ ഫിനിഷിങ് ചെയ്തു. നോക്കുമ്പോൾ ഗൈസ് അടുത്തൊരെണ്ണം വന്നു. ഗൈസ് നോക്കുമ്പോൾ നമ്മുടെ അലീവ് നോക്കൂ ഗൈസ്. ടീമിൻ്റെ അലീവ് നോക്കൂ. നമ്മുടെ ടീമിൽ ഞാനും പിന്നെ വേറൊരു അണ്ണനും കൂടെ ഉള്ളൂ, അസുരൻ എന്ന് പറയുന്നൊരു അണ്ണനും കൂടെ ഉള്ളൂ. ഞാൻ എൻ്റെ ടീമേറ്റിന് റിവൈവ് ചെയ്യാൻ പോയതാണ്. പക്ഷേ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. അണ്ണന്മാർ ഫിനിഷ് ചെയ്തായിരുന്നു. നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എനിക്കൊരു കില്ല്, ഞാൻ എങ്ങനെയെങ്കിലും നല്ല സേവായി ഡിഫെൻസ് ചെയ്ത് കളിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു അണ്ണ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കളിക്കാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെവിലണ്ണ പറഞ്ഞു കുഴപ്പമില്ല, നീ ചത്താലും കുഴപ്പമില്ല, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അടുത്തല പിടിക്കാം എന്നൊക്കെ പറഞ്ഞു. ഡെവിലണ്ണ നല്ല സപ്പോർട്ടാണ്. ഡെവിലണ്ണ സൂപ്പറാണ്. നമുക്ക് ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് വരത്തില്ലേ, ഒരു ഉന്മേഷം വരത്തില്ലേ, നമുക്ക് അടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും നോക്കിയില്ല, അടിക്കണമെന്നുള്ള ഒറ്റ മൈൻഡിൽ കയറി വേണം. എങ്ങനെയെങ്കിലും കവർ എടുക്കുക, അടിക്കുക, തീർക്കുക, എല്ലാത്തിനും തീർക്കുക. നമുക്ക് നമ്മുടെ എയ്സ് അങ്ങ് എടുക്കണം. അതാണ് ഇപ്പോൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ. നോക്കുമ്പോൾ ലക്ഷ്യമൊക്കെ പോയി ഗൈസ്. നോക്കൊക്കെ നമുക്ക് മെഡ് അടിക്കുവാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ ഇത് കണ്ടില്ല, സോൺ പോയത് കണ്ടില്ല ഗൈസ്. നമ്മൾ സോൺ പോയത് കണ്ടില്ല. ഞാൻ സോണിൻ്റെ വെളിയിലായി പോയിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ നോക്കായിട്ടുണ്ട്. എനിക്ക് ഗെയ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത് കുഴപ്പമില്ല. നമുക്ക് സോൺ കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിച്ചേനെ. സോൺ കാണാത്തോണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡെസേർട്ടും വുഡ് പാക്കർ MIT ഈ കോമ്പനായിരിക്കും ഇതുവരെ മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റാൻ തോന്നില്ല, ഞാൻ മാറ്റിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ എങ്ങനെ ഗ്ലൂ വാൾ പെർമനൻ്റ് ആക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതുവരെ അറിഞ്ഞൂടാ അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന്. എനിക്കത് അൺലിമിറ്റഡ് ഗ്ലൂ വാളാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അണ്ണന്മാരുടെ ചോദിക്കണം. നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ
നോക്കൂ നമ്മുടെ ഈ ഗ്ലൂ വാള് എവിടെ നിന്ന് കിട്ടിയതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഗ്ലൂ വാൾ ഏത് റിങ്ങിൽ നിന്ന് കിട്ടിയതാണെന്ന് കമൻറ്റ് ചെയ്യുക. റിങ്ങിൽ നിന്നല്ല കേസ്, ഇത് ഏതൊരു ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ്, ഡെയിലി ഇവൻറ്റ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ നോക്കായി, പിന്നെ അവരുടെ ടീമിൽ നിന്ന് ഒരാൾ ഫിനിഷും ആയിട്ടുണ്ട്, രണ്ടുപേരും നോക്കുമായിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് നമ്മുടെ വേറെ എനിമിയെ അടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കയറുന്നില്ല. ഞാനും അടിക്കുന്നുണ്ട്. ആ അണ്ണൻ നല്ല മൂവ്മെൻ്റ് ഒക്കെ ചെയ്ത് ഗൈസ്, ആ അണ്ണനാണെങ്കിൽ നല്ല മൂവ്മെൻ്റ് ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു UMP എടുത്ത് കളിക്കാമെന്ന്. MIT എടുത്ത് വെറുതെ നമ്മൾ പോയി ചാവണ്ടെന്ന് വെച്ച് UMP എടുത്ത് കളിക്കാമെന്ന് വെച്ച്. അവരുടെ ടീമിൽ നിന്ന് 4 പേരുണ്ട്, നമ്മുടെ ടീമിൽ 4 പേരുണ്ട്. പക്ഷേ നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ നോക്കായി ഗൈസ്, നമ്മുടെ ടീമിൽ നിന്ന് ഒരു ചേട്ടൻ നോക്കായി. പിന്നെ ഞാൻ റിവൈവ് ചെയ്യാൻ പോയപ്പോൾ തന്നെ വേറെ അണ്ണൻ അടിച്ചിട്ടു ഗൈസ്, ഒരു അണ്ണൻ നമ്മളെ അടിച്ചിട്ടു. പിന്നെ ഈ സൗരവ് എന്ന് പറയുന്ന ഒരു അണ്ണനും പിന്നെ വേറെ ഏതോ ഒരു അണ്ണനും മാത്രമേ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ കറൻറ്റിലായിട്ട്. ഗൈസ് ഇതുപോലത്തെ 6v6 വീഡിയോ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഗിൽഡ് ലീഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 6v6 ഇടുന്നതാണ്. നോക്കുമ്പോൾ ഒരു സെറ്റ് 1 ടാപ്പ് അടിച്ചിട്ടുണ്ട് സൗരവ് അണ്ണൻ. അപ്പോൾ ആ 1 ടാപ്പ് കിട്ടുവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 1 ടാപ്പ്. അതെങ്ങനെ അടിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ 1 ടാപ്പൊക്കെ അടിക്കാൻ. നോക്കുമ്പോൾ ഗൈസ് സോണൊക്കെ വന്നിട്ടുണ്ട്. സോണ് വന്നപ്പോൾ ഈ അണ്ണനെ കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ അണ്ണനെ അടിച്ചിട്ടു. പക്ഷെ സോൺ കയറിയപ്പോൾ നമ്മുടെ മറ്റേ എനിമി അണ്ണൻ അപ്പുറത്തെ ടീമിലെ അണ്ണന്മാരൊക്കെ അടിച്ചിട്ടു ഗൈസ്. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ ഇപ്പോൾ എടുത്തേക്കുന്ന കില്ല് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. വെറും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവനെ ഒരു കില്ല് പോലും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു കില്ലെങ്ങാണ്ട് അവനെ എടുക്കത്തുള്ളൂ മാക്സിമം. അവനാണെങ്കിൽ ഈ അപ്പുറത്തെ ടീമിൽ നല്ല പ്ലെയർ ഉണ്ടെന്ന് വെച്ചാൽ അപ്പുറത്തെ ടീമിൽ പോയതാണ് ഗൈസ്. ഞാനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പം ആദ്യം നിൽക്കുന്ന ടീമില്ല, ആ ടീമിൽ തന്നെയാണ് ഞാൻ നിന്നത്. പിന്നെ ഞാൻ വേറെ എവിടെയും പോയില്ല. പക്ഷേ എൻ്റെ അനിയനാണെങ്കിൽ അപ്പുറത്തെ ടീമിലോട്ട് പോയി. പിന്നെ ഞാൻ അത് കണ്ടതുമില്ല. പിന്നെ കളി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അവൻ അപ്പുറത്തെ ടീമിൽ പോയെന്ന്. കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് ഞാനും അവനും വേറെ ടീമായി. അല്ലെങ്കിൽ അവൻ ഒരേ ടീമായിരുന്നേനെ. എന്നാൽ പിന്നെ ഈ കളി പൊട്ടിയേനെ ഗൈസ്. അപ്പം വന്നായിരുന്നു ഈ കളി എന്തായാലും പൊട്ടിയേനെ ഗൈസ്. നോക്കുമ്പോൾ നമ്മുടെ ഡെവിലൺ അവിടെ നോക്കായിട്ടുണ്ട്. ഡെവിലൺ തന്നെ എത്ര എനിമീസ് അവിടെ കൂട്ടത്തോടെ എനിമിയൊക്കെ അടിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഡെവിലണ്ണനെ അങ്ങ് റിവൈവ് ആക്കാൻ പോയി. ഡെവിലണ്ണൻ്റെ പുറകിലാണ് ഗ്ലൂ വാൾ ഇട്ടത് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഡെവിലണ്ണനെ റിവൈവ് ആക്കി. നമ്മൾ സോണിൻ്റെ അകത്ത് ഡെവിലണ്ണൻ മെട്ടടിക്കുകയാണ് ഗൈസ്. നോക്കുമ്പോൾ ഒരു എനിമി കയറി വന്ന് നമ്മൾ ഡെസേർട്ടൊക്കെ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. വുഡ് പാക്കർ എടുക്കുന്നത് MIT നോക്കി ഗൈസ്. നമ്മൾ MIT എടുത്ത് അടിക്കാൻ നോക്കി, അതും കിട്ടിയില്ല. ഞാനാണെങ്കിൽ ചാടിയൊക്കെ വന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല ഗൈസ്. ആണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇട്ട്, ഞാനും ഗ്ലൂ വാളൊക്കെ ഇട്ട് ഗൈസ്. അപ്പോൾ ഡെവിലണ്ണൻ അവിടെ മെട്ടടിക്കുകയാണ്. ഞാനിത് ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഓ മൈ ഗോഡ്, അരേ പൈസ ഗൈസ്. ഞാനൊരു കിടുക്കാച്ചി വണ്ടപ്പം MIT വെച്ചിട്ട് കിടുക്കാച്ചി വണ്ടപ്പം. പിന്നെ ഞാൻ 1 ടാപ്പ് അടിച്ചാൽ പിന്നെ ഭയങ്കര മൂവ്മെൻ്റ് ഒക്കെ ഇട്ട് വിഷയമല്ലേ ഗൈസ്. ഞാൻ 1 ടാപ്പ് അടിച്ചാൽ ഭയങ്കര മൂവ്മെൻ്റ് ഒക്കെ ഇട്ട് കയറിയൊക്കെ പോയി തന്നിട്ട് വരും ഗൈസ്. അതാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമിൽ നിന്ന് ഇപ്പോൾ 4 പേരുണ്ട്, അവരുടെ ടീമിൽ 4 പേരുണ്ട്. ഗൈസ് വണ്ടപ്പുണ്ടോ മറ്റേ നമ്മൾ കഴിഞ്ഞ സെയിം വണ്ടപ്പല്ലേ ഗൈസ് അടിച്ചേ? കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ കാലം അടിച്ച സെയിം വണ്ടപ്പം തന്നെയാണ് ഞാൻ ഇതുപോലെയാണ് മറ്റേ ആണെങ്കിലും അടിച്ചത്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഗൈസ് തത്ത് ഗൈസ്. ഇവിടെ ഞാൻ അറിയാതെ താഴെ ഇറങ്ങിയ ഗൈസ്. ഭാഗ്യത്തിന് സോൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചത്തേനെ ഗൈസ്. ഞാൻ സോണിൻ്റെ വെളി ഇറങ്ങി. ഓക്കെ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെയോ കയറിയിട്ടുണ്ട്. അവരുടെ ടീമിൽ നിന്ന് 3 പേരേ ഉള്ളൂ. ഒരാൾ നോക്കഡാണ്, നോക്കാണ്. 4 പേര് നമ്മുടെ ടീമിലുണ്ട്. പിന്നെ എനിമീസിലെ അണ്ണന്മാർ 2 പേരേ ഉള്ളൂ. നമുക്ക് ഈ റൗണ്ട് 2 വണ്ടപ്പം അടിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ 5-6 കില്ല് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് സോണിലോട്ട് വരുന്നുണ്ട്. ഗൈസ് മറ്റേ ഏതോ ഒരെണ്ണം താഴെ വീണായിരുന്നു. ആ അണ്ണ മേലോട്ട് ടയർ ചാടി മേലോട്ട് കയറി വന്നു. ഞാൻ സോണിൻ്റെ വെളിയിലൊക്കെ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ സോണിൻ്റെ വെളിയിൽ ഇപ്പോൾ ചാവുമോ? ചാവത്തില്ല ഗൈസ്, ചത്തില്ല ഭാഗ്യം. ഗൈസ് ഭയങ്കര ഗ്ലിച്ചുണ്ട് ഗൈസ്. പിങ്ങാണ്. ഇപ്പോൾ നമ്മുടെ ടീമിൽ 3 പേരുണ്ട്, പക്ഷെ അവരുടെ ടീമിൽ ഒരാളേ ഉള്ളൂ. സോണൊക്കെ വന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അവർ കളി എടുത്തെന്ന് തോന്നുന്നു. ആകെ ഗൈസ് അവർ കളി എടുത്തു. സോൺ വന്നിട്ട് അവർക്ക് എങ്ങനെയാണോ ഞാൻ ഇപ്പോഴും വിചാരിക്കും ഗൈസ്, അതെങ്ങനെ
ഒരു ദിമിത്രി ഇട്ടില്ല, ഒന്നും ഇട്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഡെവിലാണ് ഗ്ലൂ ആൾ എളുപ്പം സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ എളുപ്പം നോക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഗൺ കോമ്പിനേഷൻ ഒന്നും മാറ്റിയിട്ടില്ല. വുഡ് പാക്കർ, MIT, ഡെസേർട്ട് ഇത് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാക്സിമം ഗ്ലിച്ചില്ലാത്ത വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഗ്ലിച്ചില്ലാത്ത വീഡിയോ ഒക്കെ വരണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് നല്ല പൈസയൊക്കെ കിട്ടി നമുക്കൊരു ക്യാമറ ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കാൻ നോക്കുമ്പോൾ ഗൈസ് മേലെ ഒരു ചേട്ടൻ അങ്ങനെ കയറിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ച് മേലെ ഇരിക്കുന്നതാണ് വണ്ടാ പിടിക്കാൻ പാടാം, അതുകൊണ്ട് നമ്മൾ കുത്തി അങ്ങ് പിടിക്കാന്ന് വെച്ച്. അപ്പോൾ ഗൈസ് ആ കുത്തിയൊക്കെ പിടിച്ച് നമുക്ക് നമ്മുടെ 6 കില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് കില്ലെടുക്കുന്ന നല്ല ടാസ്ക്കാണ് ഗൈസ്. ഞാൻ ഇനി കില്ലെടുക്കത്തില്ല ഗൈസ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ നേരത്തെ കളിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കില്ലെടുക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ അപ്പോൾ കളിച്ചതാണ്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടനെ അടിക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. നോക്കുമ്പോൾ എനിമി ഒരാളേ ഉള്ളൂ. ഞാനാണെങ്കിൽ അണ്ണനെ അടിക്കാൻ പോയപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് അടിച്ചില്ല. ഓക്കെ, ടീമേറ്റ് അടിച്ചു ഗൈസ്. നമ്മൾ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. 6 കില്ല് നമ്മളെടുത്ത് നമ്മൾ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത്ര മതി, ഇനി നമുക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. സൗരവ് എന്ന് പറഞ്ഞ ചേട്ടനും ഡെവിൽ എന്ന് പറയുന്ന ആ ചേട്ടനും കൂടെ നല്ല അടി അടിക്കുന്നുണ്ട്. ഈ ചേട്ടന്മാരൊക്കെ 14-15 കില്ലെങ്ങാണ്ട് എടുത്ത്. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ഒരു കില്ലെടുക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഒത്തിരിയും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇനി ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യാൻ പറയത്തില്ല ഈ വീഡിയോക്കകത്ത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഒന്നും പോലും കമൻറ്റ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. വീഡിയോ ഫുള്ള് കാണത്തില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് പക്ഷേ ഗൈസ് നിങ്ങളൊന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഗ്ലിച്ച് ആണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല. ഗ്ലിച്ച് അല്ലാത്ത വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് ഒരു ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയി, എനിമി. ഞാനാണെങ്കിൽ മേലോട്ട് കയറി കവറെടുത്തിരിക്കാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഇത് പൊട്ടത്തരമാണ്. ഇത്ര നല്ല കളിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടായിട്ട് ചേട്ടന്മാരുടെ കൂടെ നിൽക്കാതെ വലിയ ചാടടിച്ച് ഞാൻ പോയതാണ്. ഇപ്പം ഗൈസ് ഇതെനിക്ക് കിട്ടണ്ടല്ലേ ഗൈസ്? ഇതെനിക്ക് കിട്ടണ്ടയാ, ഉറപ്പാണ്. നിങ്ങൾ മനസ്സ് ഓർത്താണ് ഇതൊക്കെ എനിക്ക് കിട്ടണ്ടേ. എനിക്കും തോന്നി ഇത് കിട്ടണ്ടയാന്ന്. ടീമിലൂടെ കളിക്കുകയുള്ളതിനെ വെറുതെ പോയി ഒറ്റയ്ക്ക് പോയി കളിച്ച് അടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി ഞാൻ ഇത് കാണിക്കത്തില്ല. ഇനി എനിക്ക് മനസ്സിലായി ടീമിലൂടെ കളിച്ചില്ലെങ്കിൽ തോക്കുമെന്ന്. ഗൈസ് നോക്കുമ്പോൾ അവർ 4 കളി എടുത്തു ഗൈസ്. അയ്യോ ദൈവമേ, 2 പ്ലെയേഴ്സും കൂടെ ഉള്ളൂ നമ്മുടെ ടീമിൽ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു പ്ലെയറും കൂടെ ഉള്ളൂ ഇനി. നമ്മുടെ ബാക്കി മൂന്ന് പ്ലെയേഴ്സ് ഉള്ളത് 3 പ്ലെയേഴ്സ് നോക്കായി. പിന്നെ നമ്മുടെ ടീമിൽ നിന്ന് ഈ അസുരൻ എന്ന് പറയുന്ന ഈ അണ്ണൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവരാരും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനിയനും പിന്നെ അപ്പുറത്തെ ടീമിലുള്ള NST ലൈവും KL NST ലൈവും KL GTK ലൈവും മാത്രമേ എനിക്കറിയത്തുള്ളൂ. എൻ്റെ അനിയൻ്റെ കില്ല് നോക്കുവാണെങ്കിൽ 1 കില്ലാണ് ഗൈസ്. അവൻ ഇതുവരെ 1 കില്ലാണ് എടുത്തേക്കുന്നത് ഇത്ര റൗണ്ടിൽ. നമ്മുടെ ഈ അണ്ണൻ നല്ല ഗ്ലൂ ആളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ അണ്ണൻ സോൺ ഔട്ടിൽ പോയി ഗൈസ്. പിന്നെ അണ്ണൻ തത്സൂയൊക്കെ ഇട്ട് കയറി വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അണ്ണൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അണ്ണന് മേലെ കയറിയില്ലെങ്കിൽ സീനാവും ഗൈസ്. അല്ല മേലെ കയറില്ല ഗൈസ്, കയറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കാവും തോന്നുന്നു. യെസ് ഗൈസ്, നോക്കാവും ഉറപ്പാണ്. നോക്കായി ഗൈസ്, അണ്ണൻ നോക്കായി. അപ്പോൾ ഗൈസ് മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഈ സോൺ ഔട്ടിൽ പോയി നോക്കാവുന്നത്. ഞാനും അങ്ങനെയാണ് ഒരു കളി നോക്കാതെ. സോൺ കാണാൻ പറ്റത്തില്ല ചിലപ്പോഴൊക്കെ. ഞാൻ മെഡടിക്കുന്നതൊക്കെ തരത്തില്ല, സോൺ കണ്ടില്ല. നമ്മൾ ഗണ്ണിൻ്റെ ഒരു കോംബോ ഒന്നും മാറ്റിയിട്ടില്ല. ഡെസേർട്ട്, വുഡ് പാക്കർ, MIT അത് മാത്രമാണ്. ഡെസേർട്ട്, വുഡ് പാക്കർ, MIT ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ 3 ഗണ്ണ് വെച്ച് ഞാൻ വണ്ടാ പഠിച്ചിട്ടുണ്ട്. MIT വെച്ച് ഞാൻ ഒരു കളി വണ്ടാ പഠിച്ച് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ കേസ് നോക്കുവാണെങ്കിൽ 5-5 ആയിട്ടുണ്ട് കളി. ഡെവിലാണ് എത്ര 15 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. 3 കളിയും കൂടെ എടുത്താലേ നമുക്കിനി നമ്മളെ ഈ ഒരു 6v6
ചാലഞ്ച് തീർക്കാൻ പറ്റൂ ഗൈസ്. ഞാനിത് എല്ലായിടത്തും പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല, ഇവർ തന്നെ ചുമ്മാ കളിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കയറ്റിയതാണ്. ഞാൻ വേറെ VR അങ്ങോട്ടെല്ലാം വീഡിയോ ഇടാമെന്ന് വെച്ചതാണ് ഗൈസ്. പക്ഷേ എന്താ 6v6 എന്നെ വിളിച്ചു. അപ്പോൾ വിചാരിച്ചു ആദ്യത്തെ 6v6 അല്ലേ, എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ 6v6 ആണിത്. എത്രയാ 66 ആണിത് ഗൈസ്. അപ്പം എന്താ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെ കാണിക്കാന്ന് വെച്ച് വീഡിയോ ഇട്ടതാണ് ഗൈസ്. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് 4 പേരുണ്ട്. അവരുടെ ടീമിൽ 4 പേരുണ്ട്. ഞാൻ 1 ടാപ്പൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു 6 കില്ലായിട്ട് പിന്നെ ഞാൻ ഒരു കില്ല് പോലും ഇതുവരെ എടുത്തിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയണം. എനിക്കൊരു നല്ല പിങ്ങും ഉണ്ട്, കില്ലെടുക്കാൻ പറ്റിയിട്ടുമില്ല. ഞാൻ പിന്നെ ടീമിൻ്റെ കൂടെ ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ അണ്ണനാണ് എന്നെ നേരത്തെ അടിച്ചത്. ഈ NST ലൈവ് ആണെന്ന് തോന്നുന്നു ഈ അണ്ണൻ്റെ പേര്. നമ്മളോട് നേരത്തെ 1v2 കളിച്ചേ അണ്ണന്മാരുണ്ട് അപ്പുറത്തെ ടീമിൽ. പിന്നെ എൻ്റെ അനിയനും ഉണ്ട്. പക്ഷെ എൻ്റെ അനിയനൊക്കെ ആദ്യം പോയി ചത്തിട്ടുണ്ട്. നമ്മുടെ ടീമിൽ ഇനി 3 പേരുണ്ട്. നമ്മളെ കാണാൻ പറ്റും. 3 പേര് നമ്മുടെ ടീമിലുണ്ട്. അവരുടെ ടീമിൽ 4 പേരുണ്ട്. നമ്മുടെ ടീമിൽ 4 പേരുണ്ടായിരുന്നു. ഒരാൾ നോക്കായി. നോക്കുമ്പോൾ ഗൈസ് ഞാൻ MIT ഒക്കെ വെച്ച് കുത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഹെഡൊന്നും കയറുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ നോക്കുന്നുണ്ടോ ഒന്നും കയറുന്നില്ല. പിന്നെ ഒരു എടുക്കുമോ ഗൈസ്? ഇല്ല. ഗൈസ് നമ്മുടെ അവന്മാരുടെ ടീമിൽ ഒരുത്തനും കൂടെ ഉള്ളൂ. ആണന്മാരുടെ ടീമിൽ ഒരുത്തനും കൂടെ ഉള്ളായിരുന്നുള്ളൂ. അത് നമ്മൾ അടിച്ച അണ്ണനാണ്. ആ അണ്ണനെ ഫിനിഷ് ആക്കി നമ്മുടെ കളി എടുത്തിട്ടുണ്ട്. 6 കളി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. 5 കളി അവരെടുത്തിട്ടുണ്ട്, 6 കളി നമ്മൾ എടുത്തിട്ടുണ്ട്. മാസ്സാണ് ഗൈസ്, മാസ്സായിട്ടുണ്ട്. കളി നമുക്ക് കിട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കളി നമ്മൾ എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മാക്സിമം തോന്നുന്നത്. കളി നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ കോംബോ ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. വുഡ്പാക്കർ, ഡെസേർട്ട്, MIT അത് മാത്രമാണ് നമ്മുടെ കോംബോ. പിന്നെ നമ്മുടെ അതിൻ്റെ കില്ലൊക്കെ 10 വട്ടം ചത്തിട്ടുണ്ട്. ഇതുവരെ ഒരു കില്ല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവരുടെ മാക്സിമം കില്ല് 11ആണ്. നമ്മുടെ ഡെവിലണ്ണനൊക്കെ എടുത്തേക്കുന്ന കില്ല് 17, സൗരവണ്ണൻ എടുത്തേക്കുന്ന കില്ല് 14, 15 അങ്ങനെയാണ്. പക്ഷെ നമ്മൾ 3ാം സ്ഥാനത്തുണ്ട് 6 കില്ല് എടുത്തിട്ട്. 6 കില്ലിന് അപ്പുറം വേറെ ആരും ഇതുവരെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആണ് ഗൈസ്, എടുത്തിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരും റൂഫിൽ നിൽക്കുന്ന ആൾക്കാരെ കുത്തി പിടിച്ച് കൊന്നിട്ട് നമ്മൾ താഴെ ഇറങ്ങി കളിക്കുന്നവരെ മാത്രമാണ് 1 ടാപ്പ് അടിക്കാൻ ഞാനും പിന്നെ ഡെവിലണ്ണനും ഒക്കെ അങ്ങനെ അടിച്ചത്. റൂഫിൽ നിൽക്കുന്ന ഞാൻ നേരത്തെ കണ്ടില്ലേ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരെല്ലാവരും. അപ്പം നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ടീമിലാണ് ഞാനും പിന്നെ മറ്റേ വേറൊരു അണ്ണൻ കൂടെ ഉള്ളൂ. ഞാൻ റിവൈവ് ചെയ്യാൻ വരണമെന്ന് ഡെവിലണ്ണനോടും ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു. അണ്ണൻ പറഞ്ഞു വരണ്ട, മൊത്തം എനിമീസാന്ന് പറഞ്ഞു. പിന്നെ ഞാനും പോയില്ല. നമുക്ക് നമ്മൾ അത്ര നേരം അടിച്ചുകൊണ്ടിരുന്ന അണ്ണനാണെങ്കിൽ NST ലൈവ് ആണെന്ന് തോന്നുന്നു, KLNST ലൈവ് ആണെന്ന് തോന്നുന്നു. ആ അണ്ണനാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ അമ്മു ദൈവമേ അടിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ നോക്കണം ഗൈസ്. നോക്കുവാണെങ്കിൽ നമ്മൾ 2 പേര്, ഞാനും പിന്നെ NST വേറൊരു അണ്ണനോടെ ഉള്ളൂ. പക്ഷേ ആ അണ്ണനാണെങ്കിൽ എടുത്തു ഗൈസ്, കളി എടുത്തു. ആ അണ്ണൻ അത്രയും പേരെ കൊന്നെന്ന് തോന്നുന്നു. എത്ര പേരാണ് കൊന്നേ? സൗരവണ്ണം വിഷയം എയ്സൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. 6 കില്ല് അടുപ്പിച്ചെടുത്ത് നമ്മുടെ സൗരവണ്ണം ഏസ് എടുത്തിട്ടുണ്ട്. 20 കില്ലാണ് ഒറ്റടിക്ക് 20 കില്ലെടുത്ത് ടോപ്പ് അണ്ണനായിട്ടുണ്ട്. അണ്ണനും ഡെവിലണ്ണനും ഒക്കെ മിച്ചത്തിന് മിച്ചമാണ്. നമ്മുടെ സൗരവണ്ണൻ 20 കില്ലും നമ്മുടെ ഡെവിലണ്ണൻ 17 കില്ലും നമ്മൾ 6 കില്ലും. ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാളും കുറഞ്ഞ കില്ലാണ്. 4, 3 അങ്ങനത്തെ കുറച്ച് കില്ലൊക്കെയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ 6 കില്ലൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ അസംഭവം. ഞാൻ എങ്ങനെയൊക്കെയോ കളിച്ച് 6 കില്ല് എടുത്തതാണ് ഗൈസ്, എങ്ങനെയൊക്കെയോ. അപ്പോൾ ഗൈസ് ഈ ഒരു റൗണ്ട് കൂടെ നമ്മൾ എടുത്താൽ നമ്മുടെ ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ചാലഞ്ച് അല്ല, നമ്മുടെ 6v6 കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ കളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 6 കില്ലും എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഗൈസ് അവരുടെ ടീമിൽ നിന്ന് ഒരാൾ നോക്കി, നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ നോക്കി. പക്ഷെ അവരുടെ ടീമിൻ്റെ റിവൈവ് ചെയ്ത് ഗൈസ് ലാസ്റ്റ് കളിയൊക്കെ ആയപ്പോൾ കുറച്ച് ബോട്ടായി എല്ലാവരും ഇറങ്ങിപ്പോയി ഗൈസ്. ചിലവരൊക്കെ ഇറങ്ങിപ്പോയി, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ചിലവരൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു ലാസ്റ്റ് മാച്ചൊക്കെ. തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ തോറ്റെന്ന് വെച്ചാണോ അതോ അറിയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണോന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നോക്കുമ്പോൾ ഗൈസ് റിവൈവ് ചെയ്ത എൻ്റെ 2 കില്ല് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ 7 കില്ല് ഗൈസ്. മൈ ഗോഡ്, 7 ഒരു 1 ടാപ്പ് അടിച്ചായിരുന്നു, ഒരു ബോട്ടിന് 1 ടാപ്പ് അടിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ 7 കില്ല് എടുത്തിട്ടുണ്ട്, 7 കില്ല്. ബാക്കിയുള്ള അണ്ണന്മാരെ എല്ലാവരെയും തീർത്തിട്ടുണ്ട്. ഞാൻ ഒരു ബോട്ടിനെ അടിച്ചു ഗൈസ്. ഏതോ ഒരു അണ്ണ ഇറങ്ങിപ്പോയായിരുന്നു, ആ അണ്ണനെ അടിച്ചു. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു കോമഡി സാധനമുണ്ട് ഗൈസ്, നോക്കിക്കോണേ.
നോക്കണം ഗൈസ്. അവസാനം ഒരു എൻ്റെ അനിയൻ ചെയ്യുന്ന പരിപാടി കാണിച്ചു തരാം. നോക്കുമ്പോൾ ഗൈസ് ഒരു എൻ്റെ മണ്ട കഴിക്കുന്നു ആരോ, പക്ഷേ എന്നെ സൈഡിൽ നിന്ന് നല്ല അടി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ എന്താ നമ്മുടെ നേരെയല്ലേ നമ്മൾ ഊടുമ്പോൾ ഹെൽത്ത് കൂടിക്കോളും. പക്ഷേ ഞാൻ കണ്ടോ ഗൈസ്, അവരുടെ ടീമിൽ 2 പേരുണ്ട്, നമ്മുടെ ടീമിൽ 2 പേരേ ഉള്ളൂ. നമ്മുടെ ടീമിൽ റിവൈവ് ആക്കി ഗൈസ് 3-2. കണ്ടോ ഗൈസ്, അവൻ ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവൻ്റെ പണി ഇതാ ഗൈസ്. അപ്പം എൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ അവരുടെ ടീമിൽ. ഈ കളിയോട് അവനോട് തീർന്ന്. അപ്പോൾ എല്ലാ അണ്ണന്മാരെ ഞാൻ വിളിച്ചിട്ട് പറയുക, അണ്ണ ഇത് നോക്കാം എൻ്റെ അനിയൻ ചെയ്യുന്നുണ്ടോ അണ്ണ പറഞ്ഞ്. അണ്ണ ഇവൻ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞ്. അപ്പോൾ സൗരവണ്ണൻ അടുത്ത ഒരു അതിബുദ്ധി ഒരു കിടിലും ബുദ്ധി കാണിച്ച് അവൻ്റെ മണ്ടേ കൂടെ ഒക്കെ ചാടി പോയി. ഞാൻ സോണിപ്പെട്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കയറി അവൻ ചത്തിട്ടുണ്ട് ഗൈസ്. അവൻ സോണി കയറാനൊക്കെ നോക്കി, പക്ഷെ അവന് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കളി ബുയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ 6v6 വീഡിയോ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ MVP ആരാ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗരവണ്ണനാണ്. എത്രയോ കില്ലൊക്കെ എടുത്തിട്ടുണ്ട്, 20 മേളിൽ കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 7 കില്ലും ഡെവിലാണ് 17 കില്ലും 23 കില്ലാണ് സൗരവണ്ണൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ.